ായ മുഖ്യമന്ത്രി ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, നമുക്കറിയാം വി.എസ്. അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഓർമ്മകൾ കേരളത്തിൽ എല്ലാവരുടെയും മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. യാതനാപൂർണമായ ബാല്യവും കൗമാരവും യൗവനവും പിന്നിടേണ്ടി വന്ന ഒരാളായിരുന്നു അദ്ദേഹം. സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് വന്ന ഒരാളായി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കയർ തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിച്ച്, ആലപ്പുഴയിലെ സാധാരണ മനുഷ്യരുടെ ഇടയിൽ ജീവിച്ച്, അവരുടെ സങ്കടങ്ങളും ദുരിതങ്ങളും എത്ര ആഴത്തിലുള്ളതാണ് എന്ന് മനസ്സിലാക്കി, തനിക്ക് കിട്ടുന്ന അവസരങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി അതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിച്ച ഒരു രാഷ്ട്രീയ നേതാവും പൊതുപ്രവർത്തകനുമായി, നല്ല പൊതുപ്രവർത്തകനുമായി അദ്ദേഹത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ വലിയ പങ്കുവഹിച്ചു. മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ആ കാലഘട്ടത്തിന് ശേഷമാണ് അദ്ദേഹം പൊതുരാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് വരുന്നത്. കേരളത്തിൽ CPM ഉണ്ടാകുമ്പോൾ അതിൻ്റെ സ്ഥാപക നേതാവായി മാറുകയും ദീർഘകാലം കേരളത്തിൻ്റെ ആലപ്പുഴയിലെയും ഈ സംസ്ഥാനത്തെയും രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തു. ഞാൻ എപ്പോഴും അദ്ദേഹത്തെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്നത്, വളരെ പ്രായമായതിന് ശേഷം അദ്ദേഹം പുരോഗമനപരമായ ആശയങ്ങളെ, പുതിയ കാലം പറയുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു വളരെ നേരത്തെ പാരിസ്ഥിതിക വിഷയങ്ങളെക്കുറിച്ചൊന്നും അങ്ങനെ സംസാരിച്ചിരുന്ന ഒരാളല്ല വി.എസ്. പക്ഷെ വളരെ വൈകിയാണെങ്കിലും ഈ ലോകം ആവശ്യപ്പെടുന്ന, ഈ കാലം ആവശ്യപ്പെടുന്ന പാരിസ്ഥിതികമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ശ്രദ്ധ, അതിൽ ഊന്നൽ കൊടുക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണെന്ന് തിരിച്ചറിയാൻ വൈകിയ പ്രായത്തിലും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് വിസ്മയം ഉളവാക്കുന്ന കാര്യമാണ്. ഒരുപാട് പുരോഗമനപരമായ പല കാര്യങ്ങളെയും, ഇന്നത്തെ കാലം ചിന്തിക്കുന്ന പല കാര്യങ്ങളെയും അദ്ദേഹത്തിൻ്റെ ഒരു വൈകിയ പ്രായത്തിൽ, സാധാരണ ജനറലി അങ്ങനെ ആളുകൾ ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കുറേ കഴിയുമ്പോൾ അവർ പണ്ട് മുതലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മൈൻഡ് സെറ്റായിരിക്കും എല്ലാവർക്കും. ഇതല്ല, കാലത്തിനനുസരിച്ച് എന്താണ് സംസാരിക്കേണ്ടത്, ഏത് വിഷയത്തിനാണ് ഊന്നൽ കൊടുക്കേണ്ടത്, എവിടെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ഭൂമി സംബന്ധമായ വിഷയങ്ങളിലെല്ലാം പ്രത്യേകമായ ശ്രദ്ധ, ജലം ഊറ്റിയെടുത്ത് ജല ചൂഷണം നടത്തുന്നതിനെതിരായി, ഭൂമി സാധാരണക്കാരന് കൂടി അവകാശപ്പെട്ട ഭൂമി കുറേ ആളുകൾ കൈവശം വയ്ക്കുന്നതിനെതിരായി ഒക്കെയുള്ള സമരങ്ങളിലെ മുന്നണി പോരാളിയായി അദ്ദേഹം മാറിയത് ആ ദീർഘകാലത്തെ കാഴ്ചപ്പാടുകൾ കൊണ്ടാണ്. കാലം മാറുന്നതനുസരിച്ച് മാറാനുള്ള ഒരു മനസ്സ് തയ്യാറാക്കി എടുത്തത് കൊണ്ടാണ്. ഞാൻ 2006 മുതൽ 2011 വരെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നിയമസഭാംഗമായിരുന്നു. ഞാൻ ആ കാലഘട്ടത്തിൽ ആ സർക്കാരിനെ ഏറ്റവും കൂടുതൽ രൂക്ഷമായി വിമർശിച്ച ഒരു MLA ആണ്. ഏറ്റവും കൂടുതൽ മന്ത്രിമാർക്കെതിരായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു MLA, ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ ഈ നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഉന്നയിക്കപ്പെട്ട ഒരു കാലമാണ്. ഒരുപാട് വിഷയങ്ങൾ കൊണ്ടുവന്നിരുന്നു. പക്ഷേ ചില വിഷയങ്ങൾ, അദ്ദേഹത്തിന് താല്പര്യമുള്ള, അദ്ദേഹം ശ്രദ്ധിക്കുന്ന ചില വിഷയങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനോട് അനുകൂലമായ ഒരു നിലപാടെടുക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ഞാൻ എപ്പോഴും ഓർക്കും, നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ അടുത്ത് ഒരു 200 കോടി രൂപ വില വരുന്ന ഒരു ഭൂമി 5.5 കോടി രൂപയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട വിഷയം ഞാൻ നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞില്ല. പക്ഷേ വിരലിലെണ്ണാവുന്ന ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് വിശദാംശങ്ങൾ എന്നോട് ചോദിച്ചു. ആ വിശദാംശങ്ങൾ കൊടുത്തു. വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് എറണാകുളം ജില്ലാ കളക്ടർക്ക് ഉത്തരവ് നൽകി ആ ഭൂമി തിരിച്ചു പിടിച്ച് അത് സർക്കാരിൻ്റെ കയ്യിലാക്കി. ഇപ്പോഴും അത് സർക്കാരിൻ്റെ കയ്യിലാണ് ആ ഭൂമി. അവിടെയാണ് ജുഡീഷ്യൽ അക്കാഡമി ഉള്ളത്. ലോട്ടറി വിവാദം ഉണ്ടായിരുന്ന കാലത്ത് ആ വിവാദം ഉയർത്തിക്കൊണ്ടുവന്ന സമയത്ത് നല്ല ഡിബേറ്റ് കേരളത്തിൽ നടക്കുകയായിരുന്നു. പല വിഷയങ്ങളിലും നല്ല ഡിബേറ്റുകൾ നടക്കുകയായിരുന്നു. ആ ഡിബേറ്റിൻ്റെ ഒരു പ്രത്യേകമായ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ 4 വർഷം കൊണ്ട് 80,000 കോടി രൂപ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഒരു വർഷം 20,000 കോടി. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കണമെന്നും. ആ ചർച്ച, ആ ഡിബേറ്റ്, ഇതര സംസ്ഥാന ലോട്ടറി മാഫിയയെക്കുറിച്ച് നടന്ന ആ ഒരു ഡിബേറ്റ് കേരള രാഷ്ട്രീയത്തിൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ഉണ്ടായ ഡിബേറ്റാണ്. കാരണം ആ ഇതര സംസ്ഥാന ലോട്ടറികളെ നിരോധിക്കുകയും അന്ന് 300 കോടി രൂപ മാത്രം ഉണ്ടായിരുന്ന കേരള ലോട്ടറി ഇന്ന് 15,000 കോടി രൂപ ടേൺ ഓവറുള്ള വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റാനും കഴിഞ്ഞു. ചില ഭൂമി സംബന്ധമായ വിഷയങ്ങളിൽ
നമ്മൾ അത് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് താല്പര്യമുള്ള ചില മേഖലയാണ്. ആ സംഭവങ്ങളിൽ അദ്ദേഹം അതിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. പ്രതിപക്ഷമാണ് പറഞ്ഞിരുന്നതെങ്കിൽ പോലും അനുകൂലമായ ചില നിലപാടുകൾ സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാഷ ഒരുപാട് വിമർശിക്കപ്പെട്ട, ഞാനടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ഭാഷയെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒരു സാധാരണക്കാരുടെ ഇടയിൽ വന്ന് അവരുടെ ഇടയിൽ ജീവിച്ച് അദ്ദേഹം സ്വന്തമായി രൂപപ്പെടുത്തിയെടുത്തിയ ഒരു പ്രത്യേകമായ ശൈലിയും പ്രത്യേകമായൊരു ഭാഷയുമാണ്. ആദ്യമൊക്കെ നമുക്ക് എതിർപ്പ് തോന്നിയിട്ടുണ്ടെങ്കിലും പിന്നീട് ഞങ്ങൾ അത് ആസ്വദിക്കാൻ തുടങ്ങിയ ഒരു കാലം ഉണ്ടായിരുന്നു. അദ്ദേഹം വിമർശനത്തിന് അതീതനല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അദ്ദേഹം എടുത്ത ചില കാര്യങ്ങൾ ഞങ്ങളെല്ലാം അതിശക്തമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ വിമർശനം ഉന്നയിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ബോധ്യങ്ങളെക്കുറിച്ചോ ഒന്നും ഞങ്ങൾ അങ്ങനെ സംശയിച്ചിട്ടില്ല. കാരണം ഒരു പൊതുപ്രവർത്തകന് വേണ്ട എല്ലാ പശ്ചാത്തലവും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാതനാപൂർണമായ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ഭരണാധികാരിയായി ഒരാൾ മാറിയപ്പോൾ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം പ്രവർത്തിച്ചപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു സ്റ്റേച്ചറല്ല അദ്ദേഹത്തിന് പിന്നീടുണ്ടായത്. അതുവരെ ഉണ്ടായിരുന്ന ഒരു സ്റ്റേച്ചർ VS അച്യുതാനന്ദൻ അതുവരെ ഉണ്ടായിരുന്ന ഒരു സ്റ്റേച്ചറിൽ നിന്ന് മാറി അദ്ദേഹം പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചപ്പോൾ വേറൊരു സ്റ്റേച്ചറിലേക്ക് അദ്ദേഹം ഉയർന്നു വന്നു. കേരളം ശ്രദ്ധിക്കാൻ, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വിമർശകരായിരുന്ന ആളുകൾ പോലും അദ്ദേഹത്തെ ശ്രദ്ധിക്കാനും അദ്ദേഹത്തെ കൂടുതൽ അടുത്തറിയാനും ശ്രമിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളായതുകൊണ്ടാണ് അദ്ദേഹത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിൽ എത്തിച്ചേരാൻ. ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രി പദത്തിലിരിക്കുമ്പോഴും ഒരു പ്രതിപക്ഷ മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞാനതിൻ്റെ വിവാദങ്ങളിലേക്കും തർക്കങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ആ ഒരു മനസ്സുണ്ടായിരുന്നു. അതൊക്കെ പലതരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഒരു നൂറ്റാണ്ട് കാലം, അല്ലെ, ഈ 20-ാം നൂറ്റാണ്ടും 21-ാം നൂറ്റാണ്ടിൻ്റെ ഒരു കാൽഭാഗവും ദർശിക്കാൻ കഴിഞ്ഞ ഒരു പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹം നടന്ന വഴികൾ രാഷ്ട്രീയ വിദ്യാർത്ഥികളും വരാനിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം മനസ്സിലാക്കി ഒരുപാട് പാഠങ്ങൾ, ഒരു പാഠപുസ്തകം പോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഒരുപാട് പ്രമുഖരായ വ്യക്തികൾ ഈ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും.